ഹായ്, നമുക്കിന്നൊരു ഇളനീർ പുഡിങ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കണതാണ്. അപ്പോൾ ഒരു 2 ഇളനീർ കിട്ടിയപ്പോൾ ഞാനതൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചൈന ഗ്രാസിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഒരു 35 രൂപയാണ് കേട്ടോ എനിക്കതിന് റേറ്റ് ആയത്. അത് ഞാൻ നേരെ പകുതിയാക്കിയിട്ട് 2 പാത്രത്തിലാക്കിയിട്ട് ഇട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചിട്ട് നമ്മുടെ ഈ ഇളനീരിൻ്റെ 2 ഇളനീരായിരുന്നു. അതിൻ്റെ ഫുള്ള് വെള്ളം ഞാനൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കാമ്പ് വേറെ ആക്കിയതിന് ശേഷം ആ വെള്ളം മാത്രം എടുത്തേക്കുന്നത്. കാമ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇളനീരിൻ്റെ വെള്ളത്തേക്ക് ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിന് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഒന്നുകൂടി ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് തിള വരാറാകുമ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് മെൽറ്റാവുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായി തിളച്ചതിന് ശേഷം ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതൊന്ന് എടുത്തതിന് ശേഷം ഞാനതൊന്ന് അരിച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലാക്കിയിട്ട് ഞാനിത് ഫ്രീസറിലേക്ക് വെക്കണം കേട്ടോ. പുറത്ത് വെച്ചാലും മതി, സമയം ഉണ്ടെങ്കിൽ ഞാൻ വേഗം സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ അതേ പാനിൽ തന്നെ ഞാൻ ഒരു പാക്കറ്റ് പാലൊഴിച്ചിട്ട് ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ മറ്റേ പാത്രത്തിലത്തെ ചൈന ഗ്രാസും കൂടി ഞാനൊരു വേറെ പാത്രത്തിൽ ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആ ഇളനീരിൻ്റെ കാമ്പ് ഞാനൊരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ആ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ ഈ പാലിലേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ചൈന ഗ്രാസ് തിളച്ചത് ഞാൻ മെൽറ്റായി വന്നിട്ടുള്ളത് ഞാനൊന്ന് അരിച്ചിട്ട് ഈ പാലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലത്തെ നമ്മുടെ ഇളനീരിൻ്റെ അരച്ചതും കൂടി നമുക്കൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ഫുള്ളായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് കെട്ടാതെ ഇളക്കിയെടുക്കുക. അതിന് ശേഷം ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് കുറുകിയിട്ട് വരും. അതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഓഫാക്കാം. പെട്ടെന്ന് ചൂട് കൊടുക്കാനൊന്നും ഒഴിച്ച് വെക്കണ്ട. ഇപ്പം ഞാനിതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫാക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീസറിൽ നേരത്തെ വെച്ചിട്ടുള്ള നമ്മൾ ആ ചൈന ഗ്രാസിൻ്റെ ഇതൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അതവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിലേക്ക് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സും കൂടിയിട്ട് അതിലേക്ക് ഫുള്ളായിട്ട് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഞാൻ അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊരു ഓവർനൈറ്റാണ് വെക്കുന്നത്. ഫ്രീസറിൽ തന്നെ കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഒന്ന് തിരിച്ചിട്ടത് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് അപ്പുറത്തേക്ക് തിരിച്ചിട്ടതാണ് കേട്ടോ. അപ്പോൾ ആ പാത്രത്തിൻ്റെ ആകൃതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ചിട്ടിട്ട് ഞാൻ കട്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് മുറിഞ്ഞു പോവുള്ളൂ. അപ്പോൾ മെല്ലെ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.